യൂണിഫോം കയറി കയ്യിലെടുത്തോ? ഇവിടെ ആശ്വാസം ഇതിഞ്ഞിടൂലോ എല്ലാരും. ഇത് ഞാനിടൂലല്ലോ, ഇതിഞ്ഞിടൂല. അപ്പൊ ഈ മഷിയെടുത്തും പരിപാടി വരെ കീറി തന്നെ എടുക്കും. ഫുള്ള് കീറലാണ്. ടീച്ചർ പിടിച്ച് എല്ലാ പൊടി കളർ പൊടിയൊക്കെ പിടിച്ച് സെറ്റപ്പ് ആയിട്ടാ വന്നത്. നിങ്ങളുടെ ഷർട്ടും നമ്മള് കുറച്ച് ഞാൻ വേറെ ടീംസ് വരാനുണ്ട്. നിങ്ങളൊരാളുടെ ഷർട്ട് കീറിയാല് അവർ നിങ്ങളുടെ ഷർട്ട് കീറും. അത് കീറല്ലേ. നമുക്ക് ഇരിക്കാം. ഷർട്ടൊക്കെ ഇടാതെ സിമ്പിളനായിട്ട് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഷർട്ട് എവിടെ പോയി? ലാസ്റ്റ് അതുകൊണ്ട് കീറിട്ട് മക്കള്. ഇനിയിപ്പോ ഈ ഷർട്ട് വേണ്ടല്ലോ, അതുകൊണ്ടാണോ? വേണ്ട, ഇങ്ങനത്തെ ഞാൻ വീട്ടിൽ പോയിക്കോളാം. ഇനിയിപ്പോ വേറെ ഷർട്ട് ഉണ്ടോ ബാഗില്? വേറെ ഇല്ല. വീട്ടിൽ ഉമ്മനെ വിളിച്ചിട്ട് ഞാൻ വേറെ കൊണ്ടുവരിക. വിളിച്ചു പറഞ്ഞു. ഉമ്മയോട് എന്ത് പറഞ്ഞു? ഷർട്ട് എവിടെ പോയെന്ന് പറഞ്ഞു? വേറെ ഷർട്ട് ചെക്കന്മാര് കീറിട്ട്. അടുത്ത ഷർട്ട് കീറാനായി എടുത്തു പിടിച്ചേക്കുന്ന കാഴ്ചയാണ്. ഇതാണ് ഇപ്പോഴത്തെ ആഘോഷം. ഇനി യൂണിഫോം വേണ്ട, പകരം ഒരു കീറിയ ഷർട്ട് ഇട്ടുകൊടുത്തിരിക്കുന്ന കാഴ്ച കാണുന്നു. എന്തായാലും ആഘോഷങ്ങൾ ഇല്ലെങ്കിൽ പോലും മഷിക്കുപ്പിയൊക്കെ പിടിച്ചെടുത്താലും അപർണ, മറുവശത്ത് ഫോട്ടോ എടുത്ത് ആർത്തുല്ലസിക്കുന്ന ആളുകളെയും കാണാം. ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് ഈ ക്യാമ്പസിൽ അവശേഷിക്കുന്ന കുട്ടികളൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ആഘോഷിക്കുന്നു. മറുവശത്താണ് ആൺകുട്ടികൾ ഈ പരസ്പരം ഈ യൂണിഫോമുകൾ കീറി. ഇനിയിപ്പോൾ ആ യൂണിഫോമുകൾ വേണ്ടല്ലോ എന്നതിനാൽ ആ യൂണിഫോമുകൾ കീറി കുറച്ച് വികൃതി കാട്ടുന്ന കുട്ടികളെ ഒരു വശത്ത് കാണാം. എന്തായാലും ഒരു പരിധി വിട്ട് മറ്റൊരു സംഘർഷത്തിന്റെ രീതിയിലേക്കൊന്നും ആഘോഷങ്ങൾ പോയിട്ടില്ല. ദൃശ്യങ്ങളിൽ കാണാം, ചേർന്ന് നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാം. കഴിഞ്ഞു വലിയ ആഘോഷങ്ങളൊന്നും പറ്റൂലല്ലോ. അപ്പൊ ചെറിയ രീതിയിൽ അടിപൊളിയാക്കി. ഈ കുപ്പായത്തിൽ എഴുതിച്ചു എഴുതി. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, നമുക്കൊരു ഓർമ്മക്ക് എന്തെങ്കിലും വേണ്ടേ. അപ്പൊ അതെഴുതി. അത് മാത്രമേ ഉള്ളൂ. തവണ അതേ പറ്റത്തുള്ളല്ലോ. നിയമങ്ങൾ വെച്ചതല്ലേ, കൊറേ ലിമിറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ഒന്നും പറ്റൂലല്ലോ. നിയമങ്ങൾ നല്ലതല്ലേ? ആണ്, ഓരോരുത്തരും ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ടല്ലോ. വേണം എന്നുള്ളത് നല്ലതാണ്. കാരണം ഇപ്പൊ ഇവിടെ തന്നെ പലതും നടക്കേണ്ടതാ. ലിമിറ്റ് വെച്ചോണ്ടാണ് ഇപ്പൊ ഒന്നും നടക്കാത്തത്. ഒപ്പിച്ച പരിപാടി തന്നെയാണ്. ആണ്, ചെയ്തു വെക്കണതിന്റെ ഉപരിഫലം അനുഭവിക്കുന്നത് ബാക്കിയുള്ളവരാണ്. അത്രേ ഉള്ളൂ.
ആഘോഷിച്ച് പോകണമെന്ന് വെച്ചിട്ട് അത് നടന്നില്ല. നടന്നില്ല. സങ്കടമായോ? ചെറുതായിട്ട്. കാരണം ഇവിടുത്തെ ഓർമ്മകളായിട്ട് നമുക്ക് വേറെ ആയിട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മളെ പുറത്ത് എഴുതിയത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ വേറെ ആൾക്കാർ ചെയ്തേക്കും നമ്മള് ബാക്കിയുള്ളവരും കൂടി അത് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കും കൂടി മാറും. ഇവിടെയൊക്കെ വലിയ പ്രശ്നം നടക്കുന്ന സ്ഥലങ്ങളാണ് അല്ലേ? ആണ് ഓരോരുത്തരുടെ സ്വഭാവം വെച്ചിട്ട്. പക്ഷെ അത് അവിടെ നടന്ന പോലെ ഒന്നും നടക്കൂല. എന്നാലും ചെറിയ തോതിൽ, എന്നാലും അതിൽ അപകടം വരാൻ സാധ്യത ഉണ്ട്. അവിടെ ചെക്കന്മാര് ഷർട്ടൊക്കെ കയറി കളിക്കുന്നുണ്ട്. അതൊന്നും വലിയ പ്രശ്നം. അത് അങ്ങനത്തെ ചെറിയ പ്രശ്നത്തിൽ തുടങ്ങിയിട്ടാണ് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലാണ് പിന്നെ അത് വലിയ പ്രശ്നത്തിലേക്ക് പോവാ. നല്ലതാണ് വെച്ച നിയമം. അത് തന്നെ നല്ലതാണ് നിയമം. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം ചില നിയന്ത്രണങ്ങൾ നല്ലതാണ് എന്നാണ് പറയുന്നത്. ഷട്ടൊക്കെ കയറിയുള്ള പരിമിതമായ ആഘോഷങ്ങളൊക്കെ നടന്നോട്ടെ എന്നാണ് ഈ പെൺകുട്ടികൾ അടക്കം പറയുന്നത്. പക്ഷെ അത് മറ്റൊരു രീതിയിലേക്ക് വഴിമാറി പോകാതിരിക്കണം എന്നാണ്. നമുക്ക് കാണാം 4-5 പയ്യന്മാർ അവിടെ നിന്ന് ദേഹത്ത് ചായമൊക്കെ ഒഴിച്ച് അവരവരുടെ ആഘോഷം പരിമിതമായ രീതിയിലെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആഘോഷം കൊഴിപ്പിക്കാൻ തന്നെയാണ് അവർ നോക്കുന്നത്. ഷർട്ട് കീറിയോ? ഷർട്ട് കീറാൻ നോക്കിയതായിരിക്കും അല്ലേ? എന്നിട്ട് കൊടുത്തില്ല? ഇല്ല, പെടിഞ്ഞു മാറി. ഇതൊന്നും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിപ്പോ കുഴപ്പമില്ല. ഇനി അല്ലെങ്കിൽ കീറാണെങ്കിൽ പിന്നെ ഡ്രസ്സില്ലാണ് പോവാ, അത്രേ ഉള്ളൂ. വീട്ടിൽ നാളെ വന്നാലേ വിടുള്ളൂ അല്ലേ? ആ, വരൂ ഇപ്പൊ. വരുമൊന്നുമില്ല, എന്നാലും കുറച്ച് അടക്കാം. ഇനിയിപ്പോ ഇനിയും കൂടെ വരാൻ കഴിയില്ലല്ലോ. ഞാൻ അതുവരെ സ്കൂളിൽ ഇത്ര വർഷം പഠിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാണ്. ആ, വിഷമമുണ്ട് നിങ്ങക്ക്? ആ ചെറുതായിട്ട്. പിന്നെപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ് പറഞ്ഞ കുട്ടികൾ ഓരോരുത്തരായി പിരിയുന്നു. രക്ഷകർത്താക്കൾ ഉള്ളവരെ അവരുടെ ഒപ്പം വിടുന്നു, മറ്റുള്ളവർ ഇവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ അത് ഏത് സമയത്താണ് അവരവിടെ നിന്നും പോകാൻ കഴിയില്ല. ഒരു കൂട്ടം ബിരുദന്മാർ യൂണിഫോം കയറി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു മറുവശത്ത്.